ഇന്നത്തെ ദിനപത്രങ്ങൾ എന്ന് വെച്ചാൽ പ്രമുഖ ദിനപത്രങ്ങളെല്ലാം ഒരേ തലക്കെട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ദൃശ്യമാധ്യമങ്ങളും ആ തലക്കെട്ടും വാർത്തയും അധികരിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനി അത് കുറച്ചുനാൾ നീണ്ടു നിൽക്കും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. മലയാള മനോരമ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: വീണയുടെ കമ്പനിക്കെതിരെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് റിപ്പോർട്ട്. എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിക്കെതിരെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് റിപ്പോർട്ട്. CBIക്കും EDക്കും വിടേണ്ട കുറ്റം എന്നാണ് തലക്കെട്ട്. അതിനുശേഷം പറയുന്നു, കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമവും അഴിമതി നിരോധന നിയമവും ബാധകം. പണം സേവനത്തിന് പ്രതിഫലമെന്ന് എക്സാലോജിക്കിന് തെളിയിക്കാനായില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മനോരമ വാർത്ത നൽകിയിരിക്കുന്നത്. ഇനിയിപ്പോൾ മാതൃഭൂമി കൊടുത്തിരിക്കുന്നത് നോക്കൂ, പിടി വീഴുമോ എന്നാണ്. ആർക്ക് പിടി വീഴുമോ? മുഖ്യമന്ത്രിക്ക് പിടി വീഴുമോ എന്നാണോ? മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് പിടി വീഴുമോ എന്നാണോ എന്നറിയില്ല. പിടി വീഴുമോ എന്നാണ് ആദ്യ വാചകം തന്നെ. അതിനുശേഷം പറയുന്നു, എക്സാലോജിക്കിൽ ED CBI അന്വേഷണമാവാമെന്ന് ശുപാർശ. അപ്പോൾ എക്സാലോജിക്കിൽ ED CBI അന്വേഷണം നടക്കുമെന്നും അങ്ങനെ വീണ വിജയൻ പിടിയിലാകുമെന്നുമാണ് മാതൃഭൂമി ഇപ്പോൾ സ്വപ്നം കാണുന്നത്. അതിനുശേഷം പറയുകയാണ്, CMRLന് സേവനം നൽകിയതിന് രേഖയില്ലെന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. തടവും പിഴയും ലഭിക്കാവുന്ന തരത്തിൽ കമ്പനിക്കെതിരെ നടപടിയെടുക്കാം എന്നും പറഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാൽ ഒരേ ഉള്ളടക്കം തന്നെയാണ്, ഒരേപോലെ എല്ലാ മാധ്യമവും നൽകിയിരിക്കുന്നു. പ്രമുഖ മാധ്യമങ്ങളിലെല്ലാം ഒരേ തലക്കെട്ടാണ്. ഇന്നത്തെ ദൃശ്യമാധ്യമങ്ങളിലെല്ലാം ഒരേപോലെ ചർച്ച നടക്കുന്നുണ്ട്. എല്ലാം നടക്കുന്നത് ഒരു കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ വാർത്തയുടെ അടിസ്ഥാനത്തിൽ എന്ന് പറയത്തക്ക രൂപത്തിലാണ് വാർത്ത വന്നിരിക്കുന്നത്. ഇതേക്കുറിച്ച് CPI നേതാക്കളുമായി മാധ്യമങ്ങൾ അഭിപ്രായം ആരായി. അങ്ങനെ AK ബാലനെ കണ്ടു മാധ്യമങ്ങൾ. AK ബാലൻ പറഞ്ഞ മറുപടിയുണ്ട്. ആ മറുപടി നമുക്കൊന്ന് കേൾക്കാം. CBI ED അന്വേഷണം വരെ നടത്തേണ്ട ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടെന്നാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ട്. എങ്ങനെയാണ് പാർട്ടി കാണുന്നത്? അതായത് ആദ്യം ചെയ്യേണ്ടത് കേന്ദ്ര ഏജൻസികൾ ഇതിൽ ഒരു കോൺസെൻസസ് ഉണ്ടാകണം, ഏത് അന്വേഷണമാണ് വേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച്. ഇപ്പോൾ അടിസ്ഥാനപരമായിട്ട് എടുക്കുന്ന ഒരു ഉത്തരവ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൻ്റെതാണല്ലോ, ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൻ്റെതാണല്ലോ. ആ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷൻ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, പ്രോസിക്യൂഷൻ നടപടികളിൽ നിന്ന് CMRLന് ഇമ്മ്യൂണിറ്റി കൊടുത്തു. ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ നടപടിയിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തു ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ്. ആ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡർ 12/6/2023 ആ 12/6/2023 ഓർഡറിൽ ഇമ്മ്യൂണിറ്റി 12 ഇമ്മ്യൂണിറ്റി. ഈ ഇമ്മ്യൂണിറ്റി പ്രകാരം ഇത് അപ്ലിക്കൻസ് എന്ന് പറയുന്നത് നമ്മുടെ CMRL ഹാവ് പ്രൈഡ് ഫോർ ഇമ്മ്യൂണിറ്റി ഫ്രം പ്രോസിക്യൂഷൻ ആൻഡ് ഫ്രം ഇമ്പോസിഷൻ ഓഫ് പെനാലിറ്റീസ് under various provisions of the Income Tax Act. Considering the facts and circumstances of the case, the cooperation extended to the Interim Settlement Board during the hearing, immunity is granted from prosecution and penalty. അപ്പോൾ ഒരു കേന്ദ്ര ഏജൻസി, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി, കോസി ജുഡീഷ്യൽ ബോഡി കാറ്റഗറിക്കലായി CMRLന് പ്രോസിക്യൂഷൻ നടപടിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേസ് വിജിലൻസ് കോടതിയിലുണ്ടായിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. വിജിലൻസ് കോടതിയിലെ CMB 1546/2023 ഓർഡർ 26/8/2023 മൂവാറ്റുപുഴ വിജിലൻസ് സ്പെഷ്യൽ ജഡ്ജിയാണ്. ഇതിൽ ഒരഴിമതിയും ഇല്ല എന്ന് കാറ്റഗറിക്കലായി പറഞ്ഞ വിധിയാണ്. നിങ്ങൾ വേണ്ടപ്പെട്ട രൂപത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇതിനെതിരായി ഹൈക്കോടതിയിൽ റിവിഷൻ അപ്പീൽ കൊടുത്തു. യഥാർത്ഥത്തിലുള്ള പെറ്റീഷണർ മരണപ്പെട്ടു പോയി. പിന്നെ ഒരു പ്രോക്സി പെറ്റീഷണറാണ് വന്നത്. ആ പ്രോക്സി പെറ്റീഷണറുടെ റിവിഷൻ പെറ്റീഷന്റെ അടിസ്ഥാനത്തിൽ നോട്ടീസ് പോലും പിണറായി വിജയനോ വീണക്കോ ഇതുവരെ വന്നിട്ടില്ല ഹൈക്കോടതിയിൽ നിന്ന്. നോട്ടീസ് അയക്കണോ എന്ന് പോലും തീരുമാനിക്കാത്തൊരു കേസാണിത്. ഹൈക്കോടതിയിൽ വന്ന അവസരത്തിൽ വിജിലൻസ് കോടതി പരിപൂർണമായും ഇത് അഴിമതി
അല്ല. എന്താ വിജിലൻസ് അന്വേഷിക്കാത്തതെന്നാണ് ഇടക്കിടയ്ക്ക് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വിജിലൻസ് കോടതി തള്ളിയ കേസാണിത്. അതിന്റെ ഭാഗമായിട്ടുള്ള റിവിഷൻ പെറ്റീഷന്റെ മുകളിൽ ഒരു നോട്ടീസ് പോലും ഇതുവരെ മുഖ്യമന്ത്രിക്കോ വീണക്കോ കിട്ടിയിട്ടില്ല. മൂന്നാമത്തെ പ്രശ്നം, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ആണല്ലോ ഈ 3 പ്രമുഖരായ ഉദ്യോഗസ്ഥന്മാരെ നിശ്ചയിച്ചത്. അത് നിശ്ചയിച്ചത് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പെറ്റീഷൻ കൊടുത്തിട്ടുള്ളത് നമ്മുടെ PC ജോർജിന്റെ മകനാണ്. അദ്ദേഹത്തിന്റെ പ്രയർ എന്തായിരുന്നു എന്ന് അറിയോ? 212 ഇൻവോക്ക് ചെയ്യണം കമ്പനീസ് ആക്ട് പ്രകാരം എന്നാണ്. 212 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ് ഫണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കണമെന്നാണ്. സീരിയസ് ഫണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് SFI എന്നാണ് പറയാതെ. ഹൈക്കോടതി പറഞ്ഞെന്താണെന്നറിയോ? അങ്ങനെ ഒരു സീരിയസ് ഫണ്ട് ഇൻവെസ്റ്റിഗേഷന്റെ ആവശ്യമില്ല. നമുക്ക് 210(1)(c) പ്രകാരം 210(1)(c) പ്രകാരം നോട്ടീസ് കൊടുക്കാമെന്നാണ്. 210(c) എന്ന് പറഞ്ഞാൽ സാധാരണ നിലയിലുള്ള ഇൻവെസ്റ്റിഗേഷൻ ടു കമ്പനിയാണ്. ആ സാധാരണ നിലയിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷന് വേണ്ടി പ്രമുഖരായിട്ടുള്ള 3 അംഗങ്ങളെ വെച്ച സമയത്ത് അതിലൊരു പാർട്ടിയായിട്ടുള്ള കർണാടകയിലെ കമ്പനി അഫയേഴ്സിന്റെ രജിസ്ട്രാർ ആളാണ് പറയുന്നത്, ഇപ്പോ പത്ര റിപ്പോർട്ട് പ്രകാരം ഇത് EDയോ അല്ലെങ്കിൽ CBIയോ പരിശോധിക്കണമെന്ന് പറയുന്നത്. ഇതിപ്പോ കോടതി നിർദ്ദേശം കൊടുത്ത ആ 3 അംഗ കമ്മിറ്റിയിലുള്ള ഒരാളാണ് ഇദ്ദേഹം, രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ആദ്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ കൃത്യമായ ഒരു അന്വേഷണം നടത്തട്ടെ. ഏത് അന്വേഷണമായാലും ഞങ്ങൾക്ക് ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രഗത്ഭരായിട്ടുള്ള 3 ഉദ്യോഗസ്ഥന്മാർ കമ്പനീസ് രജിസ്ട്രാർ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രമുഖമായിട്ടുള്ള 3 ഓഫീസേഴ്സ്, ഒന്ന് കേരളത്തിൽ നിന്നും, ഒന്ന് കർണാടകയിൽ നിന്നും, ചെന്നൈയിൽ നിന്നുമുണ്ട്. ആ അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തി അവരന്വേഷിക്കുകയാണ്. അന്വേഷിക്കട്ടെ. അന്വേഷിച്ചിട്ട് കുറ്റക്കാർ ആരാണോ ശിക്ഷിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ CMRLന് ഇമ്മ്യൂണിറ്റി കൊടുത്തത്, പ്രോസിക്യൂഷൻ എടുക്കണ്ട എന്ന് ഇൻട്രി സെറ്റിൽമെന്റ് ബോർഡ് പറഞ്ഞത്? നമ്പർ 1, അതിനുള്ള ഉത്തരം നിങ്ങൾ ചോദിക്കണം. ഇദ്ദേഹം കൊടുത്തിട്ടുള്ള കണക്കിന്റെ 70% ജെന്യൂൻ എക്സ്പെൻഡിച്ചർ ആണെന്ന് പറഞ്ഞ് ഇൻകം ടാക്സ് എക്സെപ്ഷൻ കൊടുത്തു ഇൻട്രി സെറ്റിൽമെന്റ് ബോർഡ്. അപ്പോ ആ കമ്പനിയെ സംബന്ധിച്ച് ഫ്രോഡാണ് എന്ന് പറയാൻ ഇൻട്രി സെറ്റിൽമെന്റ് ബോർഡ് തയ്യാറല്ല. അതുകൊണ്ടാണ് ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡ് തന്നെ കൃത്യമായി പറഞ്ഞത് പ്രോസിക്യൂഷൻ നടപടി എടുക്കേണ്ടതില്ല എന്ന്. പ്രോസിക്യൂഷൻ നടപടി എടുക്കേണ്ടതില്ല എന്നൊരു സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റി പറഞ്ഞിട്ട് പോലും ഇത് വീണ്ടും അന്വേഷിക്കേണ്ടതാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് എന്ന് നിങ്ങളെ ബന്ധപ്പെട്ട ആൾക്കാരോടൊന്ന് ചോദിക്കണം. ആദ്യം ഇതിന്റെ അകത്തൊരു വ്യക്തത വരുത്തണം. ഇൻട്രി സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് വന്നപ്പം അന്ന് പാർട്ടിയും താങ്കളൊക്കെ അതിനെ തള്ളി പറയണം. ഇപ്പൊ അതിലൊരു ഭാഗമാണ് താങ്കൾ എടുക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു പ്രശ്നമുണ്ട്. വീണയുടെ ഭാഗം കേൾക്കാതെയാണ് അന്ന് ഇൻട്രി സെറ്റിൽമെന്റ് നിലപാടിലെത്തിയതായിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പറഞ്ഞത്. ഇതിൽ ROC ബംഗുരു വീണയുടെ XROGന്റെ ഭാഗം കേട്ടിട്ടും അവർക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു എവിഡൻസ് നൽകാൻ കഴിഞ്ഞില്ല. അവിടെ ഒരു സീരിയസ്നെസ് ഇല്ല. അല്ല, അതിന്റെ ഞാൻ ചോദിക്കുന്നത്, 3 അംഗത്തിന് ഇപ്പം വെച്ചിട്ടുണ്ടല്ലോ. ഇതെല്ലാം പരിശോധിച്ചിട്ടാണല്ലോ 3 അംഗ കമ്മീഷനെ വെച്ചിട്ടുള്ളത്. 3 അംഗ കമ്മീഷൻ അന്വേഷിക്കട്ടെ. ഈ മറുപടി കൊണ്ടൊന്നും മാധ്യമങ്ങൾ ചർച്ചകൾ അവസാനിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അവർക്ക് അതിന് ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ആ രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ് ഈ ഇപ്പോൾ നടക്കുന്ന അന്വേഷണ പ്രഹസനത്തിന്റെയും അതേപോലെ തന്നെ മറ്റ് മാധ്യമങ്ങൾ നൽകുന്ന വാർത്തയുടെയും കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം കമ്പനീസ് ഓഫ് രജിസ്ട്രാർ BJPയുടെ നിർദ്ദേശപ്രകാരമൊക്കെ നടത്തുന്ന നീക്കങ്ങൾ. അതിന് കൈയടിച്ചു കൊടുക്കുകയാണ് ഇവിടുത്തെ UDF എന്നും അറിയാം. കാരണം അതിന്റെ നേട്ടം ലഭിക്കുക UDFനാണ്. നേരത്തെ ശബരിമല പ്രശ്നത്തിൽ BJP സമരം നടത്തുകയും അതിന് നേട്ടം കൊയ്യുകയും ചെയ്തത് UDF ആണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കെതിരെയും കേന്ദ്ര സർക്കാരും കേന്ദ്ര അന്വേഷണ ഏജൻസികളും എന്ത് നടത്തിയാലും അതിന് ഗുണം ലഭിക്കുക BJPക്കല്ല, കോൺഗ്രസിനാണ്, UDFനാണ് എന്ന് UDFന് നന്നായി അറിയാം. അതുകൊണ്ട് അവർ കൈയടിച്ചു കൊടുക്കും. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അന്വേഷണം നടക്കട്ടെ എന്ന നിലപാടിലേക്ക് LDF എത്തുന്നു, CPM എത്തുന്നു. അന്വേഷണം നടക്കുന്നതിന് മുമ്പ് തന്നെ വലിയ ചർച്ചകൾ ഉണ്ടാക്കുന്നതിന്റെ രാഷ്ട്രീയം എന്തെന്ന് എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയും. നേരത്തെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുണ്ടായ ചർച്ചകളും ഇതേ വഴിക്ക് തന്നെയായിരുന്നു എന്നുകൂടി ഓർക്കുമ്പോഴാണ് ഈ വാർത്തകളുടെ രാഷ്ട്രീയം നമുക്ക് തിരിച്ചറിയാൻ കഴിയുക.